കണ്ണൂർ പാനൂരിന് സമീപം മുളിയാത്തോടുള്ള ജനങ്ങൾ പുലർച്ചെ ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാണ് നടന്നത്. ഉടൻ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനമാണെന്ന് പിന്നീട് വ്യക്തമായി. ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മരിച്ച വാർത്തയും പിന്നാലെ പുറത്തുവന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് CPM അനുഭാവിയായ പാനൂർ സ്വദേശി ഷെറിൻ മരിച്ചത്. പരിക്കേറ്റ മറ്റൊരു CPM പ്രവർത്തകൻ വിനീഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. സംഘത്തിൽ 10ഓളം പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഈ ബോംബ് നിർമ്മാണവും സ്ഫോടനവും. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ പുലർച്ചെ 1 മണിയോടെയാണ് ഉഗ്രസ്ഫോടനം നടന്നത്. മരിച്ച ഷെറിന്റെ ഇരു കൈപ്പത്തികളും അറ്റുപോയിരുന്നു. മുഖത്തും ഗുരുതര പരിക്കേറ്റിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ചാണ് മരണം. സ്ഫോടനത്തിൽ കൈപ്പത്തി തകർന്ന വിനീഷ് വലിയ പറമ്പത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഫോടന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയാണ് രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിനീഷും ഷെറിനും നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറയുന്നു. സംഭവം രാഷ്ട്രീയ വിവാദമായി വളർന്നിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ CPMനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ ഉൾപ്പെട്ടവർ പാർട്ടി അംഗങ്ങളല്ലെന്നും സ്ഫോടനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് CPMന്റെ ആവശ്യം. ന്യൂസ് 18 കണ്ണൂർ.